നമസ്കാരം. കേരളത്തിൽ ശക്തമായ സാന്നിധ്യമായിട്ടും പാർലമെന്ററി രംഗത്ത് കരുത്തു തെളിയിക്കാൻ കഴിയാതെ പോയതാണ് കേരളത്തിലെ ബി നേരിടുന്ന വലിയ ദൗർഭാഗ്യം. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ബി നിയമത്തു നിന്നും 2016 ഒരു നിയമസഭാംഗത്തെ ലഭിച്ചത്. രാജഗോപാലിലൂടെ ലഭിച്ച സീറ്റ് നിലനിർത്താൻ പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കഴിഞ്ഞതും ബി വലിയ നേട്ടമായി. പക്ഷേ ഇതിനെല്ലാം പ്രേരക ശക്തിയായി മാറിയത് സംസ്ഥാന നേതൃത്വത്തെക്കാൾ കേന്ദ്ര നേതൃത്വമായിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം ആകാംക്ഷയോടെ കാക്കുകയാണ് ബി സംസ്ഥാന നേതൃത്വം. 1 മുതൽ 3 വരെ സീറ്റുകളാണ് ബി പ്രതീക്ഷ. 11 സീറ്റ് വരെ ലഭിച്ചേക്കും എന്ന മുൻ കണക്കുകൂട്ടലിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് ഉറച്ചു നിൽക്കാൻ ബി കഴിഞ്ഞില്ല. എങ്കിലും തൃശൂർ, നേമം, മഞ്ചേശ്വരം അടക്കമുള്ള പല സീറ്റുകളിലും ബി വിജയപ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ മലബാറിൽ പൊട്ടിത്തെറിയാണ്. വടകര, നാദാപുരം മണ്ഡലങ്ങളിൽ ബി കോൺഗ്രസ് ഡീലുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചതോടെയാണ് വിവാദം പുകഞ്ഞത്. ഈ മണ്ഡലങ്ങളിൽ ബി കോൺഗ്രസിനായി വോട്ട് മറിച്ചു എന്ന ആക്ഷേപമാണ് ഗോവിന്ദൻ ഉന്നയിച്ചത്. എന്നാൽ ബി നേതൃത്വം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. നാദാപുരത്തും വടകരയിലും CPM തോൽവി ഭയക്കുന്നു എന്നാണ് ബി നേതൃത്വം പ്രതികരിച്ചത്. ബി പൊട്ടിത്തെറിയും ഇതോടൊപ്പം തന്നെ പുറത്തെത്തുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് പ്രവർത്തകർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണന്റെ കോലം കത്തിക്കുന്നതിൽ വരെ എത്തി നിൽക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മെറിറ്റല്ല, വീതം വെപ്പാണ് നടന്നതെന്നാണ് ബി നിന്ന് പുറത്താക്കപ്പെട്ട പ്രവർത്തകർ പറയുന്നത്. MV ഗോവിന്ദൻ ആരോപിച്ച വടകരയും നാദാപുരവുമാണ് പ്രശ്ന സങ്കീർണം. പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ബി പ്രവർത്തകനായ ശ്യാംരാജ് വടകരയിൽ വിമതനായി പത്രിക നൽകുകയും ചെയ്തു. എന്നാൽ ശ്യാംരാജിന്റെ പത്രിക തള്ളിപ്പോയതോടെയാണ് വടകരയിൽ ബി തലവേദന ഒഴിഞ്ഞത്. ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയ വടകരയിൽ ഇക്കുറി 5000 വോട്ട് പോലും കിട്ടില്ലെന്നാണ് ശ്യാംരാജ് പറയുന്നത്. ശ്യാംരാജിനെയും നാദാപുരം ബി വിമതനായി മത്സരിച്ച പത്മകുമാർ അടക്കമുള്ളവരെയും ബി സംസ്ഥാന നേതൃത്വം പുറത്താക്കിയിരിക്കുകയാണ്. ഇവർ അടക്കം 9 പേർ പുറത്താക്കപ്പെട്ടതോടെയാണ് പ്രതിഷേധവുമായി ബി പ്രവർത്തകർ പ്രഫുൽ കൃഷ്ണന്റെ കോലം കത്തിച്ചത്. വടകരയിലും നാദാപുരത്തും വോട്ട് കുറഞ്ഞാൽ ബി നേതൃത്വം ഉത്തരം പറയേണ്ട അവസ്ഥയാണ്. മലബാറിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനും പ്രയാസമാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി നേതൃത്വത്തിന് പ്രശ്നപരിഹാരത്തിന് മലബാറിൽ മുന്നിട്ടിറങ്ങേണ്ടി വരും.